During campaigning. Ahead of the Lok Sabha polls, Congress party distributed guarantee cards to multiple houses promising $1,199 every year to the woman head of every poor family. Footage showed a large number of Muslim women queuing up outside the party office in sweltering heat. While some were demanding the cards, there were some who had received the card previously after submitting a form to receive the money in their accounts. During campaigning, the Congress party had launched the Ghar Ghar Guarantee program, and leaders reached out to nearly 80 million households and informed them about the scheme's 25 guarantees. Just one of the guarantees the party promised, that about that's $100 per month, will be directly credited into the women heads of the families belonging to the below poverty line section, and the scheme is similar to another guarantee scheme of Congress-led Karnataka government, which also favors the women heads of poor families. നരേന്ദ്രമോദിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പറ്റിക്കലിൻ്റെ കഥയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കർണാടകത്തിലും ഉത്തർപ്രദേശിലും ജയം ഉറപ്പാക്കിയത് അവരെ പറ്റിച്ചുകൊണ്ടാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അതായത് ഒരു ഗ്യാരണ്ടി കാർഡ് കൊടുത്തു എല്ലാ സ്ത്രീകൾക്കും. 1,00,000 രൂപയും ഓരോ മാസം 400 രൂപയും നൽകാമെന്ന ഗ്യാരണ്ടി കാർഡ് ഒപ്പിട്ടാണ് നൽകിയത്. അതിൻ്റെ പേരിൽ അവർ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഗ്യാരണ്ടി കാർഡുമായി കോൺഗ്രസിൻ്റെ ഓഫീസിലെത്തിയ സ്ത്രീകൾ പൊരിയുന്ന വെയിലത്ത് ക്യൂ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാർത്തകളുമാണ് നിങ്ങളീ കാണുന്നത്. അതായത് ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരു അതിർത്തിയുമില്ല. അതായത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഈ പുത്രൻ ജനിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ ഇത്രയും വഞ്ചിക്കുകയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ വഞ്ചിച്ച ഈ രാജ്യദ്രോഹിയെ എന്ത് പേരിലാണ് ഇനി ജനങ്ങൾ വിളിക്കേണ്ടത്? These women have come here at the Congress office to collect the guarantee card which Congress has promised in their manifesto, and just after Congress has got some seats in Uttar Pradesh, these are the women who have gathered here to collect the card. कौन सा फॉर्म है? अब ये नहीं इतना पता है, मोबाइल में देखो। यहाँ पे क्या बात हुई जब आए यार? लोग ने कांग्रेस में पैसा बांट रहे, ये बताया कि ऑनलाइन फॉर्म भरा, यहाँ मिल रहा है, हम लोग फॉर्म लेने आए। यहाँ कुछ हुआ, बात हुई? नहीं हुई है. So you can see clearly some misleading that these. ഉത്തരേന്ത്യയിലെ എല്ലാ ചാനലുകളും ഈ വാർത്ത കോൺഗ്രസിൻ്റെ ഓഫീസിൽ സ്ത്രീകൾ 1,00,000 രൂപ വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന വാർത്ത പ്രക്ഷേപണം ചെയ്തിരുന്നു. എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇതറിഞ്ഞില്ല. കാരണം മലയാള മാധ്യമ പ്രവർത്തകർക്ക് മറ്റു ഭാഷകളിലുള്ള പരിജ്ഞാനം കുറവായിരിക്കണം, അല്ലാതെ അവർ മുക്കുകയില്ല. അവർ സത്യസന്ധരല്ലേ. ജോർജ് സോറോസിൻ്റെ അനുയായികളായതുകൊണ്ട് ഇവർക്ക് അങ്ങനെ മുക്കുന്ന സ്വഭാവമില്ല. ഏത് രാജ്യത്തെയും ഏത് നാടിനെയും ഏത് ജനങ്ങളെയും വഞ്ചിക്കുന്നതിന് ഇവർ കൂട്ടുനിൽക്കുന്നു. അത്ര ദ്രോഹികളാണ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഈ നട്ടുച്ച വെയിലിൽ ഇത്രയും സ്ത്രീകളെ ക്യൂ നിർത്തിയ ഈ രാഹുൽ ഗാന്ധി എന്ന രാജ്യദ്രോഹിക്ക് വേണ്ടിയാണ് മലയാളികൾ പത്രപ്രവർത്തനം നടത്തുന്നത്. അതായത് നരേന്ദ്രമോദി ഒരു അവസരത്തിൽ ഇലക്ഷൻ റിസൾട്ടിൽ പിന്നോക്കം പോയപ്പോൾ കുറുക്കൻ കൂകുന്ന പോലെയാണ് ചില കമൻട്രികൾ ഇവരിൽ നിന്ന് വന്നത്. അതായത് ഒരു രാജ്യത്തെ 10 വർഷം പുരോഗതിയിലേക്ക് നയിച്ച ആ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ തരം താഴ്ത്തി താറടിക്കുന്നതിന് ഒരു മടിയുമില്ല. അതായത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ജന്മങ്ങൾ തന്നെയാണ്. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നാലേ നല്ല മക്കളുണ്ടാവുകയുള്ളൂ. 10 ഗുണം 10 ഗുണമെന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും നമ്മളുടെ കാരണന്മാർ പറഞ്ഞു വെച്ചത്. ഇത്രയും നാറിയ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകരും ലോകത്ത് ഉണ്ടാവുകയില്ല. ഇത് പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. നാണമില്ലാത്ത ഈ വർഗത്തോട് എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല. പൈസയ്ക്ക് വേണ്ടി ഏത് നാണം കെട്ട പണിയും ചെയ്ത് അതിൻ്റെ ഏതറ്റം വരെയും പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് തൃശ്ശൂരത്തെ സുരേഷ് ഗോപിയുടെ വിജയം. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വയ്ക്കും. നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ട് നടക്കും. 5 കൊല്ലത്തെ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി. 3 മോഡ്യൂൾ എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ
ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, ഉറപ്പ്. ഇത് മറ്റവരുടെ മുഷ്ടി ചുരുട്ടലല്ല കേട്ടോ. തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് കോൺഗ്രസ്സുകാരുടെ കുടുംബ സ്വത്താണ് പ്രധാനമന്ത്രി കസേര എന്നാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന്. അതിന് എതിരായി വരുന്ന അവരുടെ നേതാക്കന്മാരെ തന്നെ കൊന്നു തള്ളിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി, മാധവറാവു സിന്ധ്യ, രാജേഷ് പൈലറ്റ്, രാജീവ് ഗാന്ധി. എന്നാൽ ഇപ്പോൾ ബലി കഴിക്കുവാനുള്ള ഈ സാധനത്തിന് ആർക്കും വേണ്ടാത്തത് കൊണ്ട്, അതിനെ ബലി കഴിപ്പിച്ചതുകൊണ്ട് ഒരു സഹതാപ തരംഗവും ഉണ്ടാവുകയില്ല. അതായത് തെരുവ് പട്ടിയുടെ വില പോലുമില്ലാത്ത ഒരു നേതാവിന് വയനാട് നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ അവരുടെ അറിവില്ലായ്മയെന്ന് കരുതി ക്ഷമിക്കുക, അല്ലാതെ എന്ത് ചെയ്യുവാനാണ്? ഇതുപോലുള്ള നാണംകെട്ട നേതാക്കന്മാരെയാണ് പ്രധാനമന്ത്രി കസേരയിലേക്ക് മലയാളികൾ കച്ചകെട്ടി ഇറക്കുന്നത്.